ഹായ്, എല്ലാവർക്കും LSSൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മലയാളമാണ് എടുക്കാൻ പോകുന്നത്. മലയാളത്തിൽ ചോദിക്കാവുന്ന 50 ചോദ്യങ്ങളെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനുകളൊക്കെ എഴുതിയെടുത്ത് നല്ലപോലെ പഠിക്കുക. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കൃഷ്ണഗാഥയുടെ കർത്താവ് ആരാണ്? ചെറുശ്ശേരി. പൂതപ്പാട്ടിൻ്റെ രചയിതാവ് ഇടശ്ശേരി. ഇടശ്ശേരിയുടെ മുഴുവൻ പേരെന്താണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇടശ്ശേരിയാണ് കേട്ടോ. രാത്രിമഴ ആരുടെ കൃതിയാണ്? സുഗതകുമാരി. നിലാവ് എന്നർത്ഥം വരുന്ന പദങ്ങൾ ചന്ദ്രിക, കൗമുദി, ചന്ദ്രഹാസം. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? കുമാരനാശാൻ. ONVയുടെ മുഴുവൻ പേര്? ഒറ്റപ്ലാക്കൽ നീലകണ്ഠ വേലുക്കുറുപ്പ്. എന്താണ് ONVയുടെ മുഴുവൻ പേര്? ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ സലീം അലി. കേരളത്തിലെ പക്ഷികൾ ആരുടെ കൃതിയാണ്? ഇന്ദുചൂടൻ. ഇന്ദുചൂടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? KK നീലകണ്ഠൻ. ഇന്ദുചൂടൻ എന്ന ആരുടെ തൂലികാ നാമമാണ്? KK നീലകണ്ഠൻ. ആനക്കാരൻ അപ്പുണ്ണി ആരുടെ കൃതിയാണ്? ആരാണ്? പിണ്ടാണി NB പിള്ള. ആനക്കാരൻ അപ്പുണ്ണി അല്ലേ. എത്ര കിളികളുടെ പാട്ടറിയാം ആരുടെ കവിതയാണ്? എന്താണ് കവിതയുടെ പേര്? എത്ര കിളികളുടെ പാട്ടറിയാം. ആരാണ് ഈ കവിത എഴുതിയത്? P മധുസൂദനൻ. ഭൂമി എന്നർത്ഥം വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ്? ധര, ധരിത്രി, ക്ഷിതി. ഏതൊക്കെയാണ്? ധര, ധരിത്രി, ക്ഷിതി അല്ലേ. ഏഴര പൊന്നാന ആരുടെ കൃതിയാണ്? ഏറ്റുമാനൂർ സോമദാസൻ. നെഹ്റു ട്രോഫി വള്ളം കളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമടക്കായൽ. നീലത്താമര എങ്ങനെ പിരിച്ചെഴുതാം? നീലത്താമര എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതാം എന്നാ ചോദിക്കുന്നത്. എങ്ങനെ എഴുതാം? നീല പ്ലസ് താമര എന്നുള്ള വാക്കിനെയാണ് നമ്മൾ കൂട്ടിയിട്ട് നീലത്താമര എന്ന് എഴുതുന്നത്. ശതകാലം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ശതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ കാലം. നമ്മൾ കഴിഞ്ഞു പോയ കാലത്തിനെയാണ് എന്ത് പറയുന്നത്? ശതകാലം. പത്തായത്തെ പട്ടിണി കിടത്തരുത് എന്ന ചൊല്ലിന്റെ ആശയം. പത്തായത്തെ പട്ടിണി കിടത്തരുത് എന്ന ചൊല്ലിന്റെ ആശയം എന്താണ്? കൃഷി ചെയ്ത് ധാന്യങ്ങൾ നിറയ്ക്കണം എന്നാണ് അതിന്റെ അർത്ഥം. വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ കുമാരനാശാൻ രചിച്ച കൃതി ഏതാണ്? കരുണ. പത്തായം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മരത്തടി. പത്തായം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൃഷി ചെയ്തിട്ട് നെല്ലൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു അറയാണ് എന്ത്? പത്തായം അല്ലേ. ആ പത്തായം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മരത്തടി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? പ്ലാവാണ് കേട്ടോ. ഐതിഹ്യമാല എന്ന കൃതിയുടെ കർത്താവ്? കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ഉര ചെയ്യുക എന്ന പദത്തിന് അർത്ഥം എന്താണ്? ഉര ചെയ്യുക എന്ന് പറഞ്ഞാൽ പറയുക. തുള്ളൽ കലയുടെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. അക്ഷരത്തെറ്റ് ആരുടെ കൃതിയാണ്? അക്ഷരത്തെറ്റ് ആരുടെ കൃതിയാണ്? കുഞ്ഞുണ്ണി മാഷ്. വിശപ്പ് ആരുടെ കൃതിയാണ്? ഡോക്ടർ K ശ്രീകുമാർ. ശരിയായ പദം ഏതാണ് ശരിയായ പദം? ഈ രണ്ടാമത്തതാണല്ലേ, പ്രസ്താവന. ഇതാണ് കറക്റ്റ് വാക്ക് അല്ലേ. ഊണ് തൊട്ട് ഉറക്കം വരെ ആരുടെ കൃതിയാണ്? കൃതിയുടെ പേരെന്താണ്? ഊണ് തൊട്ട് ഉറക്കം വരെ. ഇതാരാണ് എഴുതിയിരിക്കുന്നത്? കുഞ്ഞുണ്ണി മാഷാണ്. കൊണ്ടൽ എന്ന വാക്കിന്റെ അർത്ഥം? കൊണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘം. ശരിയായ പദം ഏതാണ്? ഇതാണല്ലേ ശരിയായ പദം. വിളക്കേന്തിയ വനിത ആരാണ്? ഫ്ലോറൻസ് നൈറ്റിംഗേൽ.
MT വാസുദേവൻ നായർ അന്തരിച്ച വർഷം. നമ്മുടെ ഒരു എഴുത്തുകാരനാണല്ലേ MT വാസുദേവൻ നായർ. അദ്ദേഹം അന്തരിച്ച വർഷം ഏതാണ്? 2024. ഉപ്പ് ആരുടെ കൃതിയാണ്? ഉപ്പ് ആരുടെ കൃതിയാണ്? ONV കുറുപ്പ്. പരിസ്ഥിതി പ്രവർത്തകയായ കവയത്രി ആര്? ആരാണ്? സുഗതകുമാരി. ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഇവരാണ് ആര്? ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഏതാണ്? തൃശ്ശൂർ അല്ലേ? തൃശ്ശൂർ ജില്ലയിലാണ് എന്ത്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ജനകീയ കവി എന്നറിയപ്പെടുന്നത് ആര്? ആരാണ് ജനകീയ കവി എന്നറിയപ്പെടുന്നത്? കുഞ്ചൻ നമ്പ്യാർ. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? എഴുത്തച്ഛൻ. കൃഷിയിലെ നാട്ടറിവ് ആരുടെ കൃതിയാണ്? ആരുടേതാണ്? മുരളീധരൻ തഴക്കര. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ എഴുത്തുകാരൻ ആരാണ്? ആരാണ്? G. ശങ്കരക്കുറുപ്പ്. അമ്പലമണി ആരുടെ കൃതിയാണ്? സുഗതകുമാരിയുടെ കൃതിയാണ് എന്ത്? അമ്പലമണി. പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? നമ്മൾ നേരത്തെ ആധുനിക കവിത്രയം പഠിച്ചല്ലോ അല്ലേ? അതുപോലെ ഇനി എന്താണ് പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി. ഇവർ 3 പേരുമാണ് എന്ത്? പ്രാചീന കവിത്രയം. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ ലോക പരിസ്ഥിതി ദിനം എന്നാണെന്ന്? എന്നാണ്? ജൂൺ 5 അല്ലേ? ഒരു കുടയും കുഞ്ഞുപെങ്ങളും ആരുടെ കൃതിയാണ്? മുട്ടത്ത് വർക്കി അല്ലേ? ഒരു കുടയും കുഞ്ഞു പെങ്ങളും. ആരാണ് എഴുത്തുകാരൻ? മുട്ടത്ത് വർക്കി. ഇന്ത്യൻ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതാണ്? ജ്ഞാനപീഠ പുരസ്കാരമാണ് ഇന്ത്യൻ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ് ഋതുക്കളുടെ കവി? ചെറുശ്ശേരിയെയാണ് നമ്മൾ ഋതുക്കളുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത്. സുഗതകുമാരി നമ്മുടെ ഒരു കവയത്രിയാണ്. ആര്? സുഗതകുമാരി അല്ലേ? സുഗതകുമാരി അന്തരിച്ച വർഷം ഏതാണ്? 2020. ദേശീയ കഥകളി ദിനം. കഥകളിയിലെ ഒരു കലയാണ് എന്ത്? നമ്മുടെ ഒരു കലയാണ് കഥകളി. അതിൻ്റെ ദേശീയ ദിനം എന്നാ ചോദിക്കുന്നത്. എന്നാണ്? ഒക്ടോബർ 16. മഞ്ഞുതുള്ളി ആരുടെ കൃതിയാണ്? മഞ്ഞുതുള്ളി ആരുടെ കൃതിയാണ്? നിത്യചൈതന്യയുടെ കൃതിയാണ് എന്ത്? മഞ്ഞുതുള്ളി. നക്ഷത്രം എണ്ണിക്കുക എന്ന ശൈലിയുടെ അർത്ഥം. നക്ഷത്രം എണ്ണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കഷ്ടപ്പെടുത്തുക. ഞാൻ ബുദ്ധിമുട്ടിലാക്കും, കഷ്ടപ്പെടുത്തും എന്ന് പറയുന്നതിനാണ് എന്ത് പറയാ? നക്ഷത്രം എണ്ണിക്കുക എന്ന് പറയാം. മിഠായി പൊതി ആരുടെ കൃതിയാണ്? ആരുടെ കൃതിയാണ്? സുമംഗല. സുമംഗല എന്നുള്ളത് ഒരു തൂലികാനാമമാണ് അല്ലേ? ആരതാണ്? ലീല നമ്പൂതിരിപ്പാടിൻ്റെ ഒരു തൂലികാനാമമാണ് എന്ത്? സുമംഗല. മിഠായി പൊതി ആരുടെ കൃതിയാണ്? സുമംഗല അല്ലേ?